എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ക്രിസ്മസ് സ്പെഷ്യൽ കള്ളപ്പമാണ്. ഈ ഒരു കള്ളപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഈസ്റ്റോ സോഡാപ്പൊടിയോ പുളിച്ച മാവോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അതിനു പകരമായിട്ട് നാളികേര വെള്ളം പുളിപ്പിച്ചെടുത്ത് അതുപയോഗിച്ചാണ് ഞാൻ ഈ പെർഫെക്റ്റ് കള്ളപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കള്ളപ്പം കഴിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്താണെന്ന്. പുളിപ്പും മധുരവും ഒക്കെ ചേർന്ന് ഒരു പ്രത്യേക രുചിയാണ് ഈ അപ്പം കഴിക്കാനായിട്ട്. ഇനി കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കള്ള് ഷാപ്പ് നോക്കിയിട്ട് ആരും പോകേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം. കള്ളപ്പം തയ്യാറാക്കി എടുക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത്. പച്ചരി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി എടുത്തിട്ട് വരാം. പച്ചരി നല്ലോണം തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അരി കുതിർന്ന് വരാനായിട്ട് ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. അരി കുതിർന്ന് വരാനായിട്ട് ഒന്ന് മൂടി കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരി കുതിർത്താൻ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കണം. ഇതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഞാനിവിടെ മാറ്റിയിട്ടുള്ളത്. നമുക്ക് ഈ അരി 2 തവണകൾ കൊണ്ടാണ് അരച്ചെടുക്കാൻ സാധിക്കുന്നത്. അരി അരക്കുന്നതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് അരമുറി നാളികേരം തിരുമിയത് കൂടി ചേർക്കാം. നാളികേരം എടുക്കുമ്പോൾ നല്ല വെളുത്ത ഭാഗം മാത്രമായിരിക്കണം ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങാ വെള്ളം പുളിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അരച്ചെടുക്കുന്ന വെള്ളത്തിന് പകരമായിട്ടാണ് നാളികേര വെള്ളം ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ 1.5 കപ്പ് അളവില് അവില് നല്ലതുപോലെ കഴുകിയതിനു ശേഷം ഇതുകൂടെ നമുക്കിതിലേക്ക് പകുതിയോളം ചേർക്കാം. ഇനി ഇതിലേക്ക് 3 സ്പൂൺ അളവില് പഞ്ചസാര കൂടെ ചേർക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറ് മൂടിയിട്ട് നല്ല വെണ്ണ പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. വീണ്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒന്നും കൂടെ അരച്ചെടുത്തിട്ട് വരാം. മാവ് അരച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ അരി അരച്ചെടുക്കാനായിട്ട് 1 ഗ്ലാസ് തേങ്ങാ വെള്ളം പുളിപ്പിച്ചെടുത്തതും 1.5 ഗ്ലാസ് സാധാരണ പച്ചവെള്ളവുമാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ വീടുകളിൽ ഇതൊന്ന് തയ്യാറാക്കുമ്പോൾ കൈകൊണ്ട് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ടും. മാവ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മാവ് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു രാത്രി മുഴുവനും തന്നെ ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ മാവ് അരച്ച് വെച്ചിട്ട് രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടല്ലോ, നല്ല പ്ലഫി ആയിട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു രീതിയിലാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി നോക്കാം. ഒരുപാടൊന്നും ഇളക്കി കൊടുക്കരുത്. ഒന്ന് ചെറിയ രീതിയിൽ ഇളക്കിയാൽ മാത്രം മതിയാകും. ഒരുപാട് ശക്തിയെടുത്ത് ഇളക്കുവാണെങ്കിൽ ഈ ഒരു ബബിൾസ് എല്ലാം പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. കണ്ടല്ലോ, നല്ല പതഞ്ഞ് നിൽക്കുന്നൊരു രീതിയിലാണ് കേട്ടോ. ഇനി ഉടൻ തന്നെ നമുക്ക് കള്ളപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതാണ് നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി. കണ്ട, നല്ല ബബിളായിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വട്ടയപ്പം ഇതുപോലെ തന്നെ മാവരച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി ഉടൻ തന്നെ നമുക്ക് കള്ളപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി കള്ളപ്പം തയ്യാറാക്കി എടുക്കാനുള്ള ഒരു അയൺ പാൻ ആണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ നന്നായിട്ട് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ നല്ലപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന പാൻ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല. ഇനി ഓരോ തവി മാവും നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് കൊടുക്കാം. ഹോൾസ് ഒന്നും വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കള്ളപ്പമാണ്. അപ്പൊ നമ്മുടെ പാനിന്റെ അരികിൽ നിന്നെല്ലാം ആവി പോകുന്നുണ്ട്. ഈ ഒരു സമയമായാല് പിന്നെ നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ കള്ളപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് കള്ളപ്പമായി വന്നിട്ടുള്ളത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിതിലേക്ക് ഈസ്റ്റർ ഒന്നും ചേർത്തിട്ടില്ല. തേങ്ങാവെള്ളം പുളിപ്പിച്ചാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പൊ ആദ്യം തയ്യാറാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. എണ്ണ തൂത്ത് കഴിഞ്ഞാൽ പിന്നെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. നടുഭാഗം മാത്രം ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ അപ്പവും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ അപ്പങ്ങളും ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള നാളികേര വെള്ളം പുളിപ്പിച്ചെടുക്കുന്ന രീതി ഇതിന് തൊട്ട് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കാത്തതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീടുകളിൽ തയ്യാറാക്കി നോക്കാം മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. ഇനിയിപ്പോൾ നാളികേര വെള്ളം പുളിപ്പിച്ചെടുക്കുന്ന രീതി വീണ്ടും കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏതൊരു വീഡിയോയും ചെയ്തെടുക്കാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൂടിയെത്താം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാത്തിരിക്കുക.